നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. ഒരുപാട് പരീക്ഷണങ്ങൾ വിജയിച്ചാൽ മാത്രമേ ഈ ജീവിതത്തിൽ നമ്മൾക്ക് വിജയം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ വിജയത്തിൽ എത്തപ്പെട്ടവരാണ് കൂടുതൽ ആളുകൾ. അപ്പോൾ നമ്മൾ ദൈവം എത്രത്തോളം പരീക്ഷിക്കുന്നു അത്രത്തോളം ഗുണകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ദുഃഖങ്ങൾ കാരണം മനസ്സ് മടുത്തവരുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ നല്ല കാലം വരും എന്ന് കാണിച്ചു തരുന്ന ചില സൂചനകൾ മുന്നിലേക്ക് വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അന്ന് തന്നെയാണ് വിശ്വാസവും. അപ്പോൾ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ മുന്നിൽ ചില സൂചനകൾ അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങൾ എന്ന് പറയാറില്ലേ, അതേപോലെയുള്ള നിമിത്തങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഭാവിയിൽ നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഇത്തരത്തിൽ നല്ല കാലം വരുമ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ചില മൃഗങ്ങൾ വരും. അവരെ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകണം ഈ നല്ല കാലം വരുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ മൃഗങ്ങൾ, ഈ പക്ഷിമൃഗാദികളൊക്കെ വരുന്നതെന്ന്. അപ്പോൾ ഏതൊക്കെ മൃഗങ്ങളാണ് ഇങ്ങനെ നല്ല കാലം വരുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യൂ. അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തട്ടെ. അപ്പോൾ നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ സൂചനയായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന പക്ഷി മൃഗാദികൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് നാഗമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് നാഗങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവർക്കും അറിയാം നാഗദൈവങ്ങൾ അത് എത്രത്തോളം പ്രാധാന്യമുള്ള ഭൂമിയിൽ നമ്മൾക്ക് അത്രത്തോളം കൺകണ്ട ദൈവങ്ങൾ തന്നെയാണ് നാഗങ്ങൾ. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ടുവരെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ. വളരെ ശക്തിയുള്ള ദൈവങ്ങളാണ് അവ നാഗങ്ങൾ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഉടൻ നടക്കും എന്നാണ് നാഗങ്ങൾ നമ്മുടെ വീട് പരിസരത്തൊക്കെ വരുമ്പോൾ അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായി ഒരു നല്ല കാലം വരാൻ പോകുന്നു എന്നുള്ള സൂചന കൂടിയാണ് നാഗങ്ങൾ തരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നാഗങ്ങളെ കാണുമ്പോൾ ഭയചകിതരാകുകയോ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുക. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നാഗങ്ങളെ കാണുകയാണെങ്കിൽ അത് വരാൻ പോകുന്ന നല്ല കാലത്തിൻ്റെ സൂചനകളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവയെ ഉപദ്രവിക്കുവാനോ അവയെ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവയെ കണ്ട് ഭയപ്പെടാനോ ശ്രമിക്കരുത്. അപ്പോൾ അതിന് പറഞ്ഞു തരികയാണ് അവയെ ഒരിക്കലും ഉപദ്രവിക്കില്ല. അങ്ങനെ അവയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തലമുറകളോളം അതിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും പേറി നടക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും നാഗങ്ങളെ ഉപദ്രവിക്കരുത്. അത് നിങ്ങൾക്ക് നാളെ ഒരു നല്ല സമയം ഉണ്ടാകാൻ പോകുന്ന നാളത്തെ കാലങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇതുപോലെയുള്ള മൃഗങ്ങൾ നമ്മൾക്ക് മുന്നിലേക്കായി വരുന്നത്. അടുത്തത് നല്ല കാലം വരുന്നതിൻ്റെ സൂചനയെ നമുക്ക് മുന്നിലേക്ക് വരുന്ന അല്ലെങ്കിൽ വീട്ടു പരിസരത്ത് വരുന്നത് കാള. ഒരു മൃഗമാണ് കാള. അപ്രതീക്ഷിതമായി ഇങ്ങനെ വീടിൻ്റെ പരിസരത്ത് കാളയെ കാണുകയാണെങ്കിൽ അത് നമ്മൾക്ക് വരാൻ പോകുന്ന നല്ല കാലങ്ങളുടെ അല്ലെങ്കിൽ നല്ല നിമിഷങ്ങളുടെ നല്ല നാളുകളുടെ ഒരു സൂചനയാണ് തരാൻ പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് ഊർജം ഇങ്ങനെ കാള നമ്മൾക്ക് വീടിന് മുന്നിലായിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ, വീടിന് മുന്നിലും വീട് പരിസരത്തും വരുമ്പോൾ നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്നും ആ ഭവനത്തിൽ നിന്നും ആ പരിസരത്ത് നിന്നും ഒക്കെ അകന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ കാളയെ കാണുമ്പോഴും ആട്ടി ഓടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക. ഓർക്കുക, അത് വരാൻ പോകുന്ന നല്ല കാലത്തിൻ്റെ സൂചന നമ്മൾക്ക് തരാനായിട്ടാണ് ആ കാള നമ്മുടെ വീട്ടുവളപ്പിലോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്തോ ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭയചകിതരാവേണ്ട യാതൊരു ആവശ്യവുമില്ല. വരാൻ പോകുന്ന നല്ല നാളുകളെയാണ് ആ കാള വന്നു നിന്നതിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായി നായ കറുത്ത നിറത്തിലുള്ള നായയെ കണ്ടാൽ വളരെയധികം ഭാഗ്യം വന്നു ചേരും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നായയായാലും നമ്മൾ ആട്ടി ഓടിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം. കറുത്ത നിറത്തിലുള്ള നായ അത് വരാൻ പോകുന്ന ഭാഗ്യത്തെ കൂടിയാണ് നായ സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് എല്ലാ ഭവനങ്ങളിലും കാണുന്ന ഒരു ജീവിയാണ് പല്ലി. വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത് പല്ലിയെ കാണുകയോ അത് ശബ്ദിക്കുന്നത് കേൾക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഉടനെ ഒരു ശുഭവാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല സാമ്പത്തികമായി ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ലൊരു കാലമാണ് വരാൻ പോകുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ് തരുന്നത്. അതുകൊണ്ട് വിളക്ക് കത്തിക്കുന്ന സമയങ്ങളിൽ സന്ധ്യാവേളകളിൽ പല്ലി ശബ്ദിക്കുകയോ അല്ലെങ്കിൽ പല്ലിയെ കാണുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഒരുപാട് പല്ലി ഉള്ളത്
എന്നുള്ളതൊക്കെ നമുക്കൊരു അരോചകത്വമാണ്. അത് ഫുഡിലൊക്കെ വന്ന് വീഴും, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. എങ്കിൽ പോലും അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അവ നന്മയും പ്രദാനം ചെയ്യും. അതേപോലെ തന്നെ അല്ലെങ്കിൽ എപ്പോഴും പല്ലിയെ കാണുമ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ പേടിയാണ്, അവർ പേടിച്ചൊക്കെ കരയും. ചില കുട്ടികൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാകാറുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഓർത്തുകൊള്ളുക, വിളക്ക് കത്തിക്കുന്ന വേളയിലാണ്, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ വേളയിലാണ് പല്ലി ചിലയ്ക്കുന്നത് കേൾക്കുന്നത്. അതേപോലെ പല്ലിയെ കാണുന്നത് ഒക്കെ നല്ല സാമ്പത്തിക സ്ഥിതി നമ്മളിലേക്ക് എത്താൻ പോകുന്നു, സമ്പത്ത് നമ്മളിലേക്ക് വരാൻ പോകുന്നു എന്ന സൂചനയാണ് തരുന്നത്. അതേപോലെ അടുത്തത് പശു. വീടിൻ്റെ പ്രധാന വാതിലിന് മുന്നിലാണ് ഇങ്ങനെ പശുവിനെ കാണുന്നത്. നമ്മളുടെ അയൽപക്കത്തെ ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ എവിടെയോ ഉള്ളതൊക്കെ ആയിരിക്കും. എങ്കിൽ പോലും നമ്മുടെ വീടിനും പ്രധാന വാതിലിന് മുന്നിൽ വന്ന് നമ്മുടെ ഭവനത്തിലേക്കൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തോ അത്ഭുതം കാണുന്ന പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു മനോഹരമായ കാഴ്ച കാണുന്ന പോലെ, അല്ലെങ്കിൽ മനോഹരമായ ഒരു പുൽത്തകിടി കണ്ടിട്ട് അതിലേക്ക് ആശ്ചര്യത്തോടെ നോക്കുന്ന പോലെ നമ്മുടെ ഭവനത്തിലേക്ക് നോക്കി ഒരു പശു വന്ന് നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് വന്നു ചേരാൻ പോകുന്നൊരു ഭാഗ്യത്തിൻ്റെ ഒരു സൂചന ായിട്ടാണ് നമ്മളത് കരുതേണ്ടത്. അതിനെ ആട്ടിപ്പായിക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത്. ഇവരൊക്കെ വന്ന് നിൽക്കുന്നത് ഭാഗ്യസൂചനയാണ്. കാരണം ഞാൻ മുന്നേ ഉള്ള വീഡിയോകളിലും പറഞ്ഞതാണ്, ഇവർക്കൊക്കെ നമ്മൾക്ക് വരാൻ പോകുന്ന ഭാഗ്യം അല്ലെങ്കിൽ വരാൻ പോകുന്ന ദോഷം ഇവയൊക്കെ പെട്ടെന്ന് മനുഷ്യനെക്കാട്ടും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൃഗങ്ങൾക്കാണ്. കാരണം ദൈവം അത്രത്തോളം ഒരു പവർ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ കരുതണം. ആ പവറിൻ്റെ ആ ഒരു ശക്തി കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ഭവനത്തിൻ്റെ അടുത്ത്, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഒരു റോഡിലൂടെ നമ്മൾ നടന്നു പോകുന്നു, എങ്ങും വെട്ടമില്ല, ഒരു വീട്ടിൽ നല്ല പ്രകാശം നിറഞ്ഞ് എന്ന് പറഞ്ഞാൽ ധാരാളമായൊരു വെളിച്ചം, എങ്ങും ഇല്ലാത്തൊരു വെളിച്ചം അവിടെ കാണുമ്പോൾ നമ്മൾ അതിലേക്ക് ആശ്ചര്യത്തോടെ നമ്മൾ നോക്കിയിരിക്കാറുണ്ട്. ആ കാണുന്ന വെട്ടത്തിലേക്ക്, ആ വെട്ടം, ആ മിന്നിമായുന്ന വെട്ടമൊക്കെ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ കണ്ണ് നട്ട് കാത്തിരിക്കും. കാരണം അത്ര അത്ഭുതത്തോടു കൂടി. അതേപോലെ തന്നെയാണ് ഒരു ഭാഗ്യം ആ ഒരു വീടിന് പരിസരത്തൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റിവിറ്റി ആ മൃഗങ്ങൾക്ക് തന്നെ മനസ്സിലാകുമ്പോൾ അറിയാതെ അവരുടെ നോട്ടം, അവരുടെ നടത്തം ഒക്കെ ആ വീടിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചൊക്കെ ചെല്ലും. അതിൻ്റെ ഫലം എന്ന് സൂചിപ്പിക്കുന്ന വരാൻ പോകുന്ന നല്ല നാളുകൾ അവർക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവജാലങ്ങൾ ഒക്കെ കാണിച്ചു തരുന്ന സൂചനകളെ നമ്മൾ തള്ളിക്കളയരുത്. അവയെ തള്ളിക്കളയുന്നല്ല, അവയെ ഉപദ്രവിക്കാതിരിക്കുക. അവർ അവിടെ വന്ന് നമ്മൾക്ക് ആ സൂചന തന്ന് നിങ്ങൾക്ക് വരാൻ വിഷമിച്ചിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ നാളെ വരാൻ പോകുന്ന നല്ല കാലങ്ങൾ ഓർത്ത് ഇന്നത്തെ വിഷമങ്ങളെ മറക്കാൻ സാധിക്കും. കാരണം നാളെ നമുക്ക് നല്ല നാളുകളാണ് വരാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇവരൊക്കെ നമ്മുടെ വീട് പരിസരത്തൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ ആട്ടി ഓടിക്കാതിരിക്കുക. കഴിവതും ഒന്നിനെയും നായയെ ആയാലും ഒക്കെ കല്ലെറിഞ്ഞൊന്നും ഉപദ്രവിക്കാതിരിക്കുക. കാരണം അതൊക്കെ നമ്മൾ അന്നേരത്തെ ഒരു കാര്യത്തിന് ചെയ്യുമ്പോൾ അത് പിന്നീട് ദോഷങ്ങളൊക്കെ ആയി മാറാനൊക്കെയുള്ള സാധ്യത വളരെ വലുതാണ്. പിന്നീടുള്ള വരുന്ന തലമുറകൾക്കും പല ദോഷങ്ങളൊക്കെ വരാനുള്ള സാധ്യത, അതായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്കൊക്കെ അത് ദോഷമായി വരുന്ന പല കാര്യങ്ങളുമുണ്ട്. കാരണം ചില ആളുകൾ ഭയം കൊണ്ടായിരിക്കും, പാമ്പൊക്കെ പരിസരത്തൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അയ്യോ അത് ഉപദ്രവിക്കും എന്നൊക്കെയുള്ള ഭയം കൊണ്ട് ചിലപ്പോൾ അതിനെ ഉപദ്രവിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ ദോഷത്തിലേക്ക് വഴിതെളിക്കുന്ന കാര്യങ്ങളാണ്. കഴിവതും നമ്മൾ ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക. അത് മനുഷ്യനെ ആയാലും അത് നമ്മുടെ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ നമ്മൾക്കൊരു വീഴ്ചയോ ഒരു വിഷമോ വരുമ്പോൾ കൈത്താങ്ങായി ഭഗവാൻ തന്നെ നമ്മളുടെ മുന്നിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു തുണയായിട്ട് ഒരാളെ നമ്മളിലേക്ക് അയക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇത്രയാണ്. നമ്മുടെ ഭവനത്തിലേക്ക് ഇങ്ങനെയുള്ള പക്ഷിമൃഗാദികളൊക്കെ വരുമ്പോൾ അവർ നാളെ നടക്കാൻ പോകുന്ന നല്ല നാളുകൾ, മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഒരു ഭാഗ്യത്തിൻ്റെ സൂചനയായിട്ട് അവർ നമ്മളിലേക്ക് വരികയാണ്. അത് മനസ്സിലാക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക. അവർ കുറച്ച് കഴിയുമ്പോൾ അവർ താനേ വന്നതുപോലെ അവരങ്ങ് പൊയ്ക്കൊള്ളും. നമ്മൾക്കൊരു സൂചനകൾ തരികയാണ്, അവർ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂതനായിട്ട് അവർ വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അവയെ ഉപദ്രവിക്കാതിരിക്കുക, കഴിവതും ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക. അതാണ് ഏറ്റവും ഉത്തമം. അത് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്താലും അതിന് രണ്ട് വശങ്ങളുണ്ടല്ലോ. അത് നെഗറ്റീവ് ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് എവരുടെയും അറിവിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി ഒന്ന് ശ്രമിക്കുക. കാരണം ഏവരിലേക്കും എത്തുമ്പോൾ നല്ലൊരു നാളുകളാണ്, അല്ലെങ്കിൽ നല്ലൊരു രാജ്യമാണ്, അല്ലെങ്കിൽ നല്ലൊരു പ്രദേശമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ തെറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾക്ക് ഓരോ മുൻകരുതലുകൾ എടുക്കാനും അല്ലെങ്കിൽ നല്ല ഒരു ചുറ്റുപാടിനെ സൃഷ്ടിക്കാൻ നമ്മളാൽ തന്നെ നമുക്ക് സാധ്യമാകുന്നതാണ്. അപ്പോൾ ഏവർക്കും ഉപകാരപ്രദമായ ഒരു അറിവായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.